ജമ്മുകാശ്മീരിലെ അവാമി ആക്ഷൻ കമ്മിറ്റിയും ഇത്തിഹാദുൽ മുസ്ലിമീൻ എന്ന സംഘടനകളും നിരോധിച്ചു. അടുത്ത 5 വർഷത്തേക്ക് നിരോധനം ഏർപ്പെടുത്തി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കി. സംഘടനകളിലെ അംഗങ്ങൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതായും കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് നിരോധനം. വിശദാംശങ്ങളുമായി നന്ദഗോപൻ ചേരുകയാണ്. 2 സംഘടനകൾക്കാണ് ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ കൂടി. സുരേഷ്, JKIM എന്ന ജമ്മു കാശ്മീർ ഇത്തിഹാദുൽ മുസ്ലിമി എന്ന വിഘടനവാദ പാർട്ടിയും ഒപ്പം തന്നെ അവാമി ആക്ഷൻ കമ്മിറ്റി എന്നുള്ള രാഷ്ട്രീയ പാർട്ടിയും, ഈ 2 രാഷ്ട്രീയ പാർട്ടികളെയാണ് ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. UAPA നിയമപ്രകാരമാണ് കേന്ദ്ര സർക്കാർ ഈ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇത് 1962 മുഹമ്മദ് അബ്ബാസ് അൻസാരി സ്ഥാപിച്ച JKIM എന്ന സംഘടന ജമ്മു കാശ്മീരിനെ ഭാരതത്തിൽ നിന്നും മാറ്റണമെന്നും അതേപോലെ തന്നെ ഇതിനായി നിരവധി പ്രക്ഷോഭങ്ങളും അതേപോലെ തന്നെ സമരങ്ങളും ഒക്കെ തന്നെ നയിച്ച സംഘടനയാണ്. നേരത്തെ തന്നെ സർക്കാരിനെതിരെ അല്ലെങ്കിൽ സൈന്യത്തിനെതിരെയും പോലീസിനെതിരെയും ഒക്കെ തന്നെ നിരവധി അക്രമങ്ങൾ നടത്തിയിട്ടുള്ള സംഘടന കൂടിയാണ് JKIM. സമാനമായ സംഘടനയാണ് അവാമി ആക്ഷൻ കമ്മിറ്റി എന്നുള്ളതും. അവാമി ആക്ഷൻ കമ്മിറ്റിയും ഒരു സ്വതന്ത്ര ജമ്മു കാശ്മീർ, ഭാരതത്തിൽ നിന്നും വിച്ഛേദിച്ച ഒരു സ്വതന്ത്രമായ ജമ്മു കാശ്മീർ എന്നുള്ള ആവശ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന സംഘടനയായിരുന്നു അവാമി ആക്ഷൻ കമ്മിറ്റിയും. കഴിഞ്ഞ ആഴ്ചയിലും പോലീസിനെതിരായ അക്രമ പ്രവർത്തനങ്ങൾക്കെതിരെ ഈ അവാമി ആക്ഷൻ കമ്മിറ്റി നേതാക്കൾക്കെതിരെ കേസടക്കമുണ്ടായിരുന്നു. ഇരു സംഘടനകളും ഭാരതത്തിന്റെ ഐക്യതയ്ക്കും അഖണ്ഡതയ്ക്കും എതിരാണെന്നും ഇതിലെ നേതാക്കളൊക്കെ തന്നെ വിഘടനവാദത്തിനായി മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നും പണമടക്കം സമ്പാദിച്ചിട്ടുണ്ടെന്നും വ്യക്തമായതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം UAPA പ്രകാരം 5 വർഷത്തേക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സുരേഷ്, നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.